പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ രുചികരമായിട്ടുള്ള ചട്ടി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ഒരു ചട്ടി ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കിലോ അളവിൽ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ ഒരു കളർ കിട്ടാൻ വേണ്ടി ഫുഡ് കളർ ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഇനിയും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മാത്രമേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനിയും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ചും കൂടെ പുളിയുള്ള നാരങ്ങ ആയതുകൊണ്ട് പകുതി മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഏകദേശം 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് വരും. ഇത് അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം. ആ ഒരു മസാലയൊക്കെ ചിക്കനിൽ പിടിച്ച് കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്കൊന്ന് വെച്ച് കൊടുക്കണം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുത്താൽ ആ ഒരു മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിച്ച് കിട്ടുള്ളൂ. ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഇതിലാട്ടോ ദം ചെയ്യാനും എടുക്കുന്നത്, അതുകൊണ്ട് കുറച്ചും കൂടെ വലിപ്പമുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഉള്ളി ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക് എല്ലാം ചതച്ച് ഇട്ട് കൊടുക്കാം. ഇതിന് പകരം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് കളർ മാറി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. 2 വലിയ സവോള ചെറുതായി അരിഞ്ഞ് എടുത്തതാണ്. ഇനിയും ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി എടുക്കുമ്പം നല്ല പഴുത്ത പുളി ഇല്ലാത്തത് തന്നെ വേണം എടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് വഴന്ന് വെന്ത് കിട്ടും. അതായത് ഇപ്പോൾ ഒരാവി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തന്നെ വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് കാണുന്ന ആ ഒരു പരുവത്തിൽ. ഇനി നമുക്കിതിലേക്ക് ചിക്കനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇതൊന്ന് വെന്ത് വന്ന് കഴിയുമ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. അത് മതിയാകും ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കുള്ള അരി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 2 കപ്പ് അളവിൽ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതുപോലെ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും ഒരു ടേസ്റ്റും ഉണ്ടാവും നമ്മുടെ ഒരു ബിരിയാണിക്ക്. ഒരു ബേ ലീഫ്, ഒരു കറുവാപ്പട്ട, 4-5 ഏലക്ക പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം. അതേ അളവിൽ തന്നെ ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു തക്കോലം, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വെള്ളത്തിൽ ഒരു 1/2 മണിക്കൂർ നേരം കുതിർത്ത് എടുത്തതാണ്. അതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. അരി എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള അരി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിനി ഇതിൻ്റെ മൂടിയൊന്ന് തുറന്ന് നോക്കാം. അതായത് ഇപ്പോൾ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇത് മൺചട്ടി ആയതുകൊണ്ട് കുറച്ചും കൂടെ ഇരുന്ന് വറ്റി വരും. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഉള്ളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് കുറച്ചൊരു തിക്നെസ് ഉണ്ടാവാൻ വേണ്ടിയാണ് ഈ ഒരു ഉള്ളി ഫ്രൈ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരല്പം മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇതാ നമ്മുടെ ചിക്കൻ മസാല ഇവിടെ നന്നായിട്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാനിത് കുറച്ച് ഗ്രേവി കൂട്ടിയാണ് എടുത്തേക്കുന്നത്. ഇത് മൺചട്ടി ആയതുകൊണ്ട് കുറച്ചും കൂടെ തണുത്ത് കഴിയുമ്പം കുറുകി വരും. അതാ ചോറും ഇവിടെ നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാനിതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞില്ല, വറ്റിച്ചെടുക്കുകയാണ് ചെയ്തത്. കാരണം നമുക്കിവിടെ നല്ല അരി കേട്ടോ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ തന്നെ കിട്ടും.
ഒന്നൊന്നേ തൊടാതെ തന്നെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളും ബിരിയാണിക്കുള്ള അരി എടുക്കുമ്പോൾ നല്ല അരി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ ചിക്കൻ മസാല തണുത്ത് വന്നപ്പം നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയാകും. നിങ്ങൾ ചട്ടിയിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഗ്രേവി കൂടുതലിട്ടിട്ട് വേണം വാങ്ങി വെക്കാനായിട്ട്. തണുത്ത് വന്നു കഴിയുമ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിക്കോളും. ഇനി നമുക്കിതിലേക്ക് ചോറിട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ബിരിയാണി ദം ചെയ്തെടുക്കുന്നത് പോലെ ചെയ്താൽ മതി. ഇനിയും ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒന്നുകിൽ സാഫ്രോൺ മിക്സ് ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ സാഫ്രോൺ ചൂട് പാലിനകത്ത് മിക്സാക്കി ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിവിടെ ലിക്വിഡാണ് എടുത്തേക്കുന്നത്. ഇനിയും ഇതിലേക്ക് കാഷ്നട്ട്സും ക്രിസ്മസും ഫ്രൈ ആക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഫ്രൈ ആക്കിയതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരൽപ്പം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ചൊരു നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിലാട്ടോ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യില്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ആക്കിയതാണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറും കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒന്നുകിൽ വാഴയില വെച്ച് ഇതുപോലെ മൂടി വെച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലൊരു ഫോയിൽ പേപ്പർ ആയാലും മതി. ഫോയിൽ പേപ്പർ ആകുവാണെങ്കിൽ ഇതുപോലെ ചൂട് അതിനുള്ളിൽ തന്നെ നിൽക്കും. നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേളിലേക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് ദം ചെയ്തെടുക്കണം. ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ ചട്ടി ബിരിയാണി നന്നായിട്ട് തന്നെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലേ. നമ്മൾ പുറത്തുനിന്നൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ ബിരിയാണി കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇതിന്. ശരിക്കും വ്യത്യാസമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്